അങ്ങനെ 6-ാം ആഴ്ചയിലെ 13 പേരടങ്ങുന്ന വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വമ്പൻ അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രികൾ അതിന്റെ നരഞ്ഞ പടക്കമായിട്ട് മാറുന്ന ഒരു വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ രാവിലെ വെക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെ തകർച്ചകൾ നേരിടുന്നുണ്ടൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു മണിക്കൂറിൽ 1-ാം സ്ഥാനം തൻ്റെ കൈവെള്ളയിൽ ഭദ്രമാക്കി വെക്കാൻ സാധിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരെന്ന് നോക്കിയാണ്. അത് നമുക്ക് അനുമോളെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോളോട്ട് കുതിച്ചു വരികയാണ്. 28,758 വോട്ടുകളുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അനുമോൾക്ക് സാധിക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അനീഷേട്ടനെ തന്നെയാണ്. അനീഷേട്ടനെ തകർക്കാനും ഇതുവരെ ആർക്കും സാധിക്കുന്നില്ല. 19,465 വോട്ടുകളുമായിട്ട് അനീഷേട്ടൻ നല്ല മുന്നേറ്റം ഈ ആഴ്ച കാഴ്ചവെക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കാൻ നമ്മുടെ അക്ബറിക്കയുടെ വോട്ടിംഗ് കുതിച്ചുയർപ്പ് തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 16,862 വോട്ടുകളുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ 4-ാം സ്ഥാനത്ത് ആദില നിൽക്കുകയാണ്. ആദിലയ്ക്ക് വോട്ടിംഗ് കുതിപ്പ് തന്നെയുണ്ട്. 16,257 വോട്ടുകൾ സ്വന്തമാക്കി ആദിലെ മുന്നേറുമ്പോൾ 5-ാം സ്ഥാനത്തേക്ക് വീണ്ടും ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുന്നത് ആര്യനെ കാണാൻ സാധിക്കുന്നുണ്ട്. റെനേനെ അട്ടിമറിച്ച് 5-ാമത് ആര്യനെത്തിയിരിക്കുകയാണ്. 13,085 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 6-ാം സ്ഥാനത്താണ് റെന ഫാത്തിമ. തന്നെ റെനയുടെ വോട്ടിംഗ് നേരിയ തോതിലെ തകർച്ചയുള്ളൂ. 12,794 വോട്ടുകളുമായിട്ട് റെനെ മുന്നേറുമ്പോൾ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ബിന്നിക്ക് നേരിയ വോട്ടിംഗ് തകർച്ചകളുണ്ട്. 10,432 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 8-ാം സ്ഥാനത്ത് സോബുമോനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോബുമോന് 9,871 വോട്ടുകളുമായിട്ട് ഒരുപക്ഷെ ഈ ആഴ്ച തുടരാൻ സാധിക്കുമ്പോൾ 9-ാം സ്ഥാനത്ത് അഭിലാഷിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അഭിലാഷിന് വോട്ടിംഗ് നേരിയ തോതിൽ വോട്ടിംഗ് തകർച്ചകളുണ്ടെങ്കിൽ ഈ ആഴ്ച സേഫ് ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. 9,528 വോട്ടുകളുമായിട്ട് സേഫ് ആകുമ്പോൾ 10-ാം സ്ഥാനത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കുക നെവിനെയാണ്. നെവിന് നേരിയ വോട്ടിംഗ് തകർച്ച ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ഡേഞ്ചർ സോണിലല്ല. നെവിനും സേഫ് ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. 9,106 വോട്ടുകൾ ഇതിനോടെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 11-ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്ന കണ്ടസ്റ്റന്റ് അത് മസ്താനി തന്നെയാണ്. 8,633 വോട്ടുകളുമായിട്ട് മസ്താനി ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുകയാണ്. 12-ാം സ്ഥാനത്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള പ്രവീണിനെ തന്നെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട്. 8,295 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി പ്രവീണും ഡേഞ്ചർ സോണിൽ പോകുമ്പോൾ 13-ാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ നമുക്ക് ഡേഞ്ചർ സോൺ ആയിട്ടുള്ള ഫൈനലായിട്ട് കാണാൻ സാധിക്കുന്ന ലക്ഷ്മിനെയാണ്. 7,804 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആദ്യ മണിക്കൂർ വോട്ടിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. എങ്കിലും ഇവരുടെ പൊസിഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാകാനാണ് സാധ്യത. എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വോട്ടിംഗ് റിസൾട്ടൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള എവിക്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വരും മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.